വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ഇന്ന് പതിവ് പോലെ തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മാറ്റങ്ങൾ വരുത്തുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി തുടങ്ങിയോണ്ട് എനിക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ളവരുടെ കാര്യമായാലും എനിക്കൊരു തിരക്ക് പിടിക്കാതെ നോക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എനിക്കായിട്ട് കുറച്ച് സമയം എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലെ ജോലി ഒരു ഭാരമായിട്ട് തോന്നാതെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ തുടങ്ങി കുറേയൊക്കെ. പിന്നെ അതുപോലെ നമുക്കുള്ള ചെറിയ ചെറിയ വയ്യായ്കളിലൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനും അതിലൊരു കുറവ് പോലെയൊക്കെ തോന്നും. കാരണം നമുക്ക് ഫിസിക്കലി മെൻ്റലി ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത സമയങ്ങളിലാണ് നമ്മൾ ആ വയ്യായ്കയൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അതിനൊക്കെ ഇപ്പോൾ കുറേശ്ശെ ആയാലും സമയം കിട്ടുന്നുണ്ട്. എന്നാലും ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു സമയം കണ്ടെത്തുന്നത് കേട്ടോ. അതായത് നേരത്തെ അത്യാവശ്യം ഒരു നേരത്തെ കിടക്കാൻ നോക്കുക, നേരത്തെ എഴുന്നേൽക്കുക, അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു സമയം വെച്ചിട്ട് ചെയ്ത് തീർക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ. അങ്ങനെ ഒന്നും നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ചെയ്യാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെ ചെറുതായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റം വന്നെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ കുറേ അധികം മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ പൂരിയാണ് ചായക്ക് ഉണ്ടാക്കുന്നത്. ആട്ടപ്പൊടി ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് റെഡിയായി കിട്ടുന്നില്ല. അതായത് മൊത്തത്തിൽ ഇങ്ങോട്ട് പൊങ്ങി വരുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പം കുറച്ച് മഴയൊക്കെ ഉണ്ട് 2-3 ദിവസമായിട്ട്. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി നല്ല മഴയായിരിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം 3 ആൾക്കും പോകാനുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ചെറിയ ആളെ കുളിപ്പിക്കുക, അവരെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ഈ ഒരു തിരക്കിൽ ഇനി അവർ പോകുന്ന തിരക്കിൽ ഫോൺ അങ്ങോട്ടും കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോ കാര്യം ആദ്യം തന്നെ അനീഷേട്ടനാണ് പോവുക. അപ്പോൾ അനീഷേട്ടന് വേണ്ടി ചായയൊക്കെ ആദ്യം എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചായയൊക്കെ എടുത്തു കൊടുത്തിട്ട് വേണം ആദ്യം മക്കളെ കാര്യം നോക്കാം. അപ്പം ദേവൂട്ടി കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ആളെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് പോയി കുളിപ്പിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. ആദ്യം പോവുക അനീഷാനാണ്, പിന്നെ ദേവൂട്ടി പോകും, പിന്നെ ചെറിയ ആളും പോവും. അങ്ങനെയാണ്. അങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആരെങ്കിലും ഞാൻ ഈ ഇത്രത്തോളമൊക്കെ ചിലർ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് കാണുമ്പോൾ എന്താ നോക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് പോവുമായിരിക്കില്ലേ. അങ്ങനെ ആയിരിക്കും ഓരോരോ ആൾക്കാരും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ അനീഷാണ് പോകാനായിട്ടുണ്ട് കേട്ടോ. ഞാനപ്പം പഴവും 2 പൂരിയും കൂടെ വെച്ച് ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട്. എൻ്റെ ഈ ഒരു പാത്രത്തിൻ്റെ കളറ് കണ്ടിട്ട് അത് നോക്കണം. ഞാൻ ഈ അടുപ്പത്ത് വെക്കുന്നതുകൊണ്ട് അങ്ങനെ ആയതാണ് കേട്ടോ കളറ്. പക്ഷേ എനിക്ക് നല്ലപോലെ അങ്ങോട്ട് ഒരുത്തി പോക്കിയിട്ട് പോകുന്നില്ല. അതിനെന്തൊക്കെയോ ടിപ്പൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്, അത് ചെയ്ത് നോക്കണം. കരി പിടിച്ചിട്ട് എന്നാലും അത്യാവശ്യം ഞാൻ പൊക്കിയെടുക്കലുണ്ട്. അപ്പോൾ അടുപ്പിൽ വെച്ച ഒരു പാത്രമാണ് ഗ്യാസിൽ വെച്ചതെന്ന് പറയുകയാണ്. അങ്ങനെ അനീഷേട്ടന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പൂരും കൂടി ഉണ്ടാക്കി കേട്ടോ. ഞാൻ ഈ ഒരു എണ്ണേൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 2-3 എണ്ണം കൂടെ ഉണ്ടാക്കണം. കാരണം ദേവൂട്ടിക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ആൾ പിന്നെ ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല. പിന്നെ ബാക്കി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ഒരു എന്താ പറയുക, ഒരു എയിമായി കിട്ടുന്നില്ല ഈ ഒരു പൂരി. എന്താണെന്നറിയില്ല, ഒരു ചിലപ്പോൾ ഞാൻ പരത്തിയത് കുറച്ച് കട്ടി കൂടി പോയതുകൊണ്ടാണോ എന്നും അറിയില്ല കേട്ടോ. ഓയിലിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അല്ലാതെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോ വരുന്നത്. 2-3 ദിവസങ്ങളല്ല, കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഈ വീഡിയോ എടുക്കുന്നതിൽ ചിലർ എൻ്റെ അടുത്ത് ഞങ്ങൾ വീഡിയോ കാണലുണ്ട് അങ്ങനെയെന്നൊക്കെ പറയും. അറിയുന്നവർ കുറച്ച് ആൾക്കാർ ഈ ഒരു ചാനൽ അറിയുള്ളൂ. മുമ്പ് ഞാനിങ്ങനെ ഒരു കൊറോണേൻ്റെ സമയത്തൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അത്യാവശ്യം 100 സംതിങ്ങോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർ കുറേ ആളൊക്കെ എന്നെ കളിയാക്കുന്ന പോലെയുള്ള ഒരു സംസാരവും ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പിന്നെ മടിയായി തുടങ്ങി.
ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞാൻ അന്നൊക്കെ ഡെയിലി ഇടുകയാണെങ്കിൽ ഇപ്പോഴേക്കും എൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടും ചിലപ്പോൾ ഗെയിനിങ്സൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ, ആരെന്ത് പറയുകയാണെങ്കിലും നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് ശരി. ആരെയും വില വെക്കരുത് എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം പറയുന്നത് കേട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താതെ എങ്ങനെ ആയിപ്പോവും എന്നുള്ളത്, അതിപ്പോൾ ആരായാലും നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ ആരെയും ഉപദ്രവിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളെന്ത് രാവിലെ ആകുന്നു, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ആളുകളൊക്കെ. കാരണം എന്താണ്, ഭാര്യമാർ അമ്മമാരൊക്കെ ഈ വീട്ടിനുള്ളിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരില്ലേ, ഇങ്ങനെ അവരുടെ ജീവിതം ശരിക്കും ഇങ്ങനെ അടുക്കളയും വീടും ഒക്കെ ആയിട്ട് തന്നെയാണ് ഓരോ ദിവസം പോകുമ്പോൾ ഞാനിങ്ങനെ പറയാം, എനിക്ക് മോളൊക്കെ ഉണ്ടായി, രണ്ടാമത്തെ മോളൊക്കെ ഉണ്ടായിട്ട് എത്ര പെട്ടെന്നാണ് 4 വയസ്സായിട്ടുണ്ട്. 4 വയസ്സായിരുന്നു. സമയങ്ങളും ഈ ദിവസങ്ങളും ഒന്നും പോകുന്നത്, വർഷങ്ങളൊന്നും പോകുന്നത് നമ്മൾ പെട്ടെന്നാണ് കഴിയുന്നത്. അങ്ങനെ പറഞ്ഞ് ദേവൂട്ടിക്കുള്ള പൂരിയും കൂടി ഞാൻ റെഡിയാക്കി ഇട്ടു. അപ്പോൾ ഏകദേശം അതിനിടയ്ക്ക് പോയിട്ട് ഞാൻ മോളെ ഒന്ന് കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മുടി കെട്ടിക്കൊടുക്കണം. കണ്ടോ, ഈ രാവിലെ ഈ ഒരു ബിസ്ക്കറ്റ് തീറ്റി ഒന്ന് നിർത്തണം എന്ന് ഞാൻ കരയും. പിന്നെ ഞാൻ രാവിലെ വെറുതെ കരയിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് കൊടുക്കാത്തതാണ്. പിന്നെ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും കേട്ടോ. പക്ഷേ രാവിലെ സ്കൂളിൽ പോകുന്ന ദിവസം അതുണ്ടെങ്കിലും ഈ ഒരു ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കില്ല. എന്താ അറിയില്ല. പിന്നെ അത് നല്ലതല്ല ബിസ്ക്കറ്റ് കഴിക്കുന്നതെന്ന് അറിയാം. എന്നാലും ഞാൻ പിന്നെ അത് ഇനി വെറുതെ കരയിപ്പിച്ച് വാശി പിടിപ്പിക്കേണ്ട വിചാരിച്ച് പതിയെ മാറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് വയറുവേദന വരുന്നൊക്കെ ബിസ്ക്കറ്റ് ഇങ്ങനെ കഴിച്ചാൽ. അങ്ങനെ ദേവൂട്ടിക്കുള്ള ഇത് കൊടുത്ത് അവൾ അകത്ത് പോയിട്ട് കഴിക്കുക കേട്ടോ. കാരണം ചില സമയങ്ങളിൽ ഇവർ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ കച്ചറ ഉണ്ടാക്കും. പിന്നെ ഇന്നിപ്പോൾ കച്ചറ ഉണ്ടായിട്ടൊന്നുമല്ല, അവൾ അകത്ത് തന്നെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ മോളെ മുടി കെട്ടാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. രണ്ടാൾക്കും ഒരേപോലെ വാട്ടർ ബോട്ടിലായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ അതിൻ്റെ രണ്ടാളുടെയും വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്താണ് അമ്മ ഇങ്ങനെ വെച്ചത്, രണ്ടെണ്ണം എന്തിനാണ് വെച്ചതെന്നൊക്കെ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര സംശയങ്ങളാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇന്ന് പിന്നെ ഇത്രയൊക്കെ വീഡിയോയിലുള്ളൂ കേട്ടോ. ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുത്ത് ഇവർ പോയി കഴിഞ്ഞാൽ ശരിക്കും മോൾ 1 മണിയാകുമ്പോഴേ, 1 മണിക്കാണ് വിടുക, 1:15 1:20 ഇവിടെ വീട്ടിലെത്തും കേട്ടോ. അതുവരെയുള്ളൊരു ഒറ്റപ്പെടലാണ്. പിന്നെ ഇപ്പം പോകുന്ന സ്കൂളിൽ LKG അങ്ങനെ 1 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ UKG മുതൽ ചിലപ്പം 3:30 വരെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ചിലപ്പം ചെറിയ കുട്ടികളായതുകൊണ്ട് 1 മണി വരെ ആണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ശരിക്കും ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ വീടിനുള്ളിൽ ഒരു സൗണ്ടും ഉണ്ടാവില്ല. ചെറിയ വീടാണെങ്കിൽ കൂടിയിട്ട് ഒരു മൂകതയാണ്, ആരുടെടുത്തും പിന്നെ എനിക്കെന്താ പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു സമയം അങ്ങനെ അങ്ങ് പോക്കും. പിന്നെ മോള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഹോളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു ടൈമാക്കി എടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക, നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ നോക്കിയാൽ തന്നെ ഒരുവിധം കാര്യങ്ങളിലൊക്കെ നമുക്ക് തന്നെ ഒരു മനസ്സമാധാനവും മാറ്റങ്ങളൊക്കെ വരും. മാറ്റങ്ങൾ വന്നാൽ തന്നെ നമുക്ക് ഒരു സമാധാനം കിട്ടും കേട്ടോ. അങ്ങനെ വേസ്റ്റ് ആക്കാതിരിക്കുക സമയം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വേണ്ടാതെ ഇങ്ങനെ ഫോണിലായാലും, അല്ലാതെ ഫോൺ കാണണ്ടാന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഫോണിലായാലും എങ്ങനെയായാലും കുറച്ചൊക്കെ അതിന് വേണ്ടിയിട്ടും സമയം മാറ്റി വയ്ക്കുക. അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് കുറച്ച് കൂടുതൽ സമയമെടുത്ത് മാറ്റി വയ്ക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ പതിയെ എനിക്കും അങ്ങനെയായി മാറാൻ കഴിയട്ടെ എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അധികം കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞാൽ ദേവൂട്ടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടാളും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കണം. ഞാനിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കാരണം എനിക്കിങ്ങനെ സമയം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പം ഞാനിങ്ങനെ എടുക്കുന്ന വീഡിയോക്ക് കൂടെ
ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവർ ചിലപ്പോൾ എന്നെ പോലെയുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ വരുത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ എനിക്ക് ഉണ്ടായിട്ടുള്ള നല്ലൊരു അനുഭവം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഒട്ടുമിക്ക ആളുകളും ചിലപ്പം വീഡിയോ ജസ്റ്റ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണും, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് വിടുകയായിരിക്കും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയായിരിക്കാം. പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചാനൽ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു മുമ്പത്തെ ഒരു ചാനൽ അതിപ്പോഴും ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന ചാനലിനാണ്. ഇടയ്ക്ക് എപ്പോഴും റീൽസ് ഇടും ഞാൻ അതിൽ കുക്കിംഗ് ആയിരുന്നു മെയിനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു അതൊന്ന് പഴയതുപോലെ തന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്നിട്ട് അതിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുക്കിംഗ് മെയിനായിട്ട് ഇട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഊട്ടിക്ക് പോകാനായി. അവൾ കഴിച്ചിട്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ ഞാൻ പറയും കഴുകണ്ട അവിടെ വെച്ചോ, അല്ലാതെ ഫുഡ് കഴിച്ചാൽ പ്ലേറ്റ് കഴുകി തരുന്നുണ്ട്. ഇപ്പോൾ ചില സമയങ്ങളിലൊരു മടിയൊക്കെ കാണിക്കും. അപ്പം ചെറിയ ആൾ കുടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. മുടി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി മുഖവും വായൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം ഇനി പുരുകൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. അതിനിടയ്ക്ക് ചെരുപ്പും വെച്ചിട്ട് അഥവാ ഓട്ടോക്കാരൻ വരുവാണെങ്കിൽ ചെരുപ്പിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോവാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ദേവൂട്ടി ചായയൊക്കെ കുടിച്ചിട്ട് അവൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അവൾ ബസ്സിലാണ്, ലൈൻ ബസ്സിലാണ് പോകുക. അപ്പം മഴ ആയതുകൊണ്ട് സോക്സും ഷൂ ഒന്നും വേണ്ട. അങ്ങനെ അവൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. മോൾ അതിൻ്റെ ഇടയ്ക്ക് ചെരുപ്പ് ഇട്ട്, എനിക്ക് തോന്നുന്നു ചെരുപ്പിട്ടതിന് ശേഷം ഞാനിപ്പോൾ വീഡിയോ നോക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഞാൻ പൗഡറും പുരുക എഴുതാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് വയ്ക്കുകയാണ്. പൗഡറും മറ്റു കാര്യങ്ങളൊക്കെ, ഐലൈനറും ഐബ്രോ പെൻസിൽ. എൻ്റെ ഈ ഒരു മോൾക്ക് എന്ന് പറഞ്ഞാൽ ഈ മേക്കപ്പിനോട് കുറച്ചധികം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.